കോഴിക്കോട് കക്കയത്ത് മണ്ണിടിച്ചിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. കല്ലനോട് 28-ാം മൈലിലാണ് മണ്ണിടിഞ്ഞത്. ജനവാസ മേഖലയ്ക്കടുത്ത് കൃഷിയിടത്തിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, ഈ ജനവാസ മേഖലയിലെ കൃഷിയിടത്തിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞു. ഇത്രത്തോളം കൃഷിനാശം ഉണ്ടായി, മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രജനി, ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. കനത്ത മഴ പ്രദേശത്ത് പെയ്തിരുന്നു. കോഴിക്കോട് കൂരാച്ചുണ്ട് കക്കയം ഭാഗത്താണ് ഇത്തരം മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിലെ തുടർന്ന് ഈ കൃഷിക്ക് കാര്യമായിട്ടുള്ള നാശം സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ ഒരു കോഴി ഫാമും പൂർണ്ണമായിട്ടുള്ള കാലപ്രായം ഇതുവരെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഈ മഴ ശക്തമായി പെയ്യുന്നതുകൊണ്ട് മണ്ണിടിച്ചിൽ ഭീഷണി ഈ പ്രദേശത്ത് നേരെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നാട്ടുകാരുടെ അടക്കം നേതൃത്വത്തിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ, അതായത് മറ്റ് മണ്ണിടിച്ചിൽ ഭാഗം ശരിയാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്ക് കാര്യമായി സംബന്ധിച്ചത് കവുങ്ങിനാണ് പ്രധാനമായും അവിടുത്തെ വിളക്ക് നാശം സംഭവിച്ചത്. മറ്റ് ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി. കോഴിക്കോട് കക്കയത്ത് മണ്ണിടിച്ചിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. കല്ലനോട് 28-ാം മൈലിലാണ് മണ്ണിടിഞ്ഞത്. ജനവാസ മേഖലയ്ക്കടുത്ത് കൃഷിയിടത്തിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.